അയൺ സമ്പന്നമായ സസ്യാഹാര പാചകക്കുറിപ്പുകളുടെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. നമ്മുടെ ശരീരത്തിൽ അയണിന്റെ പ്രയോജനങ്ങൾ, കുറച്ച് സസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. ശരീരത്തിലെ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങൾക്ക് അയൺ ആവശ്യമാണ്. ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എന്നിവയുടെ പ്രധാന ഘടകമാണിത്. ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിനുണ്ട്. ഇത് ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. മസിൽ കോശങ്ങളിൽ ഓക്സിജൻ കൈമാറുകയും സംഭരിക്കുകയും ചെയ്യുന്നു. ഇരുമ്പിന്റെ പ്രാധാന്യം മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമുക്ക് പാചകക്കുറിപ്പുകൾ തയ്യാറാക്കാം. നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ട്യൂട്ടോറിയലിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ബൗൾ 150 ml ആണ്. ആദ്യ പാചകക്കുറിപ്പ് ഉലുവ ചേർത്ത കൊഴുക്കട്ടക്കറിയാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, കഴുകിയതും അരിഞ്ഞതുമായ ഉലുവയിലകൾ, 2 അരിഞ്ഞ തക്കാളി, ഒരു ചെറിയ അരിഞ്ഞ സവാള, കഴുകി അരിഞ്ഞ പുതിനയില, കഴുകി അരിഞ്ഞ മല്ലിയില, ഒരു അരിഞ്ഞ പച്ചമുളക്, നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എള്ള്, ജീരകം, കടുക് എന്നിവ ആവശ്യമാണ്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ എണ്ണയും ആവശ്യമാണ്. നിങ്ങൾക്ക് പാകത്തിന് ഉപ്പ് ആവശ്യമാണ്. പാകം ചെയ്യുന്ന രീതി: ഒരു പാത്രത്തിൽ കടലമാവ്, ഉപ്പ്, പച്ചമുളക്, ഉലുവയിലകൾ എന്നിവ ചേർക്കുക. ഇതിലേക്ക് എള്ള്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് അതിൽ നിന്ന് മാവുണ്ടാക്കുക. മാവിൽ നിന്ന് ചെറിയ കഷ്ണങ്ങൾ എടുക്കുക. അവ കുഴക്കട്ട രൂപത്തിൽ ആക്കുക. നിങ്ങൾക്ക് ഏകദേശം 10 മുതൽ 11 കുഴക്കട്ടകൾ ഉണ്ടാക്കാൻ കഴിയും. സ്റ്റീമിംഗ് പ്ലേറ്റിൽ കുഴക്കട്ട വയ്ക്കുക. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. സ്റ്റീമിംഗ് പ്ലേറ്റ് പാത്രത്തിൽ വയ്ക്കുക. അടപ്പ് മൂടി 10 മിനിറ്റ് ആവി കയറ്റുക. അവ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതോടൊപ്പം തക്കാളി അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക്, ജീരകം എന്നിവ ചേർക്കുക. കടുക് തെറിച്ചു കഴിഞ്ഞാൽ ഇളം തവിട്ട് നിറം വരെ സവാള വഴറ്റുക. ഇതിലേക്ക് തക്കാളി അരപ്പ് ചേർക്കുക. 5 മുതൽ 6 മിനിറ്റ് വരെ വേവിക്കുക. ഇപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉപ്പ്, പുതിനയില എന്നിവ ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. വേവിച്ച കൊഴുക്കട്ട ചേർത്ത് 5 മുതൽ 6 മിനിറ്റ് വരെ തിളപ്പിക്കുക. ഇത് ഒരു പാത്രത്തിൽ മാറ്റുകയും മല്ലിയില കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുക. ഉലുവ ചേർത്ത കൊഴുക്കട്ടക്കറി തയ്യാറാണ്. ഈ കറിയുടെ ഒരു ഇടത്തരം പാത്രത്തിൽ ഏകദേശം 9 മില്ലിഗ്രാം അയണുണ്ട്. അടുത്ത പാചകക്കുറിപ്പ് പുതിനയില ദോശയാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ 20 ഗ്രാം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 20 ഗ്രാം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചെറുപയർ, ഒരു പാത്രം കഴുകിയ പുതിനയില, 1 ടീസ്പൂൺ ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ. പാകം ചെയ്യുന്ന രീതി: ഉഴുന്നും ചെറുപയറും കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. മിക്സർ അല്ലെങ്കിൽ അരകല്ല് ഉപയോഗിച്ച് അരയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് മാവ് മാറ്റുക. പാത്രം അടച്ച്
6 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വെക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ ഉപ്പും ജീരകപ്പൊടിയും ചേർക്കുക. നന്നായി ഇളക്കി പിന്നീടുള്ള ഉപയോഗത്തിന് സൂക്ഷിക്കുക. പുതിനയിലകൾ അല്പം വെള്ളം ഉപയോഗിച്ച് മിനുസമാക്കി അരയ്ക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവിൽ ഇതൊഴിക്കുക. എല്ലാം നന്നായി ഇളക്കുക. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കുക. അതിൽ മാവൊഴിച്ച് ദോശ പോലെ പരത്തുക. ഇത് ഇരുവശത്തും വേവിക്കുക. പുതിനയില ദോശ തയ്യാറാണ്. 2 ചെറിയ 6 ഇഞ്ച് ദോശയ്ക്ക് 9 മില്ലിഗ്രാം അയണുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പാചകക്കുറിപ്പ് ചീര ചിക്കൻ സൂപ്പാണ്. ഈ പാചകക്കുറിപ്പിന് ആവശ്യമായവ 100 ഗ്രാം അല്ലെങ്കിൽ ഒരു പാത്രം കഴുകി അരിഞ്ഞ ചീര, 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചിക്കൻ, ഒരു ചെറിയ അരിഞ്ഞ സവാള, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. 1 ടീസ്പൂൺ വറുത്ത സൂര്യകാന്തി വിത്തുകൾ, 1 ടീസ്പൂൺ ആശാളി വിത്ത് ഒരു രാത്രി കുതിർത്തത്, അര നാരങ്ങയുടെ ജ്യൂസ്, രുചിക്ക് ഉപ്പ്, 1 ടീസ്പൂൺ വെണ്ണ. പാകം ചെയ്യുന്ന രീതി: വെള്ളക്കടല രാത്രി കുതിർക്കുക. കുതിർത്ത വെള്ളക്കടല, ചീര എന്നിവ കുക്കറിൽ ചേർക്കുക. അര ഗ്ലാസ് വെള്ളമൊഴിച്ച് 4 വിസിലുകൾ വരെ ഇടത്തരം തീയിൽ വേവിക്കുക. 4 വിസിലുകൾക്ക് ശേഷം തീയിൽ നിന്ന് മാറ്റുക. മർദ്ദം പോയ ശേഷം കുക്കറിന്റെ മൂടി തുറക്കുക. എന്നിട്ട് തണുപ്പിക്കാൻ വെക്കുക. ഇത് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റുക. അത് മിനുസമാർന്ന അരപ്പാക്കി അരയ്ക്കുക. പിന്നീട് ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഒരു ചട്ടിയിൽ വെണ്ണ ചൂടാക്കുക. ഇളം തവിട്ട് നിറമാകുന്നതുവരെ സവാള ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് വെള്ളക്കടല, ചീര അരപ്പ് ചേർക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് 5 മിനിറ്റ് വേവിക്കുക. ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അര നാരങ്ങ പിഴിയുക. വറുത്ത സൂര്യകാന്തി വിത്തുകളും ആശാളി വിത്തുകളും ഉപയോഗിച്ച് അലങ്കരിക്കുക. ചീരയുടെ ഒരു പാത്രത്തിൽ 9 മില്ലിഗ്രാം അയണുണ്ട്. നമ്മുടെ അവസാന പാചകക്കുറിപ്പ് ബീൻസ് കറിയാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ 15 ഗ്രാം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളപ്പിച്ച വെള്ളപ്പയർ, 70 ഗ്രാം അല്ലെങ്കിൽ 100 മില്ലി ബൗൾ കഴുകിയരിഞ്ഞ ബീൻസ്, ഒരു ചെറിയ സവാള അരിഞ്ഞത്. ആവശ്യമായ മറ്റ് ചേരുവകൾ ഇവയാണ്: ഉണക്ക തേങ്ങയുടെ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ കറുവപ്പട്ട, 2 മുതൽ 3 വരെ ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ അയമോദകം. നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഇവയും ആവശ്യമാണ്. മല്ലി, ജീരകം, കുരുമുളക്, എള്ള്, കസ്കസ് വിത്തുകൾ. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എണ്ണ, പാകത്തിന് ഉപ്പ്. പാകം ചെയ്യുന്ന രീതി: നമ്മൾ ആദ്യം വെള്ളപ്പയർ മുളപ്പിക്കും. വെള്ളപ്പയർ കഴുകി രാത്രിയിൽ കുതിർക്കാൻ വെക്കുക. പിറ്റേന്ന് രാവിലെ ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക. വെള്ളപ്പയർ ഒരു നേർത്ത തുണിയിൽ കെട്ടി മുളപ്പിക്കുന്നതിന് ചൂടുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. പയറുവർഗ്ഗങ്ങൾ മുളപ്പൊട്ടലിന് എടുക്കുന്ന സമയം 1 മുതൽ 3 ദിവസം വരെ വ്യത്യാസപ്പെടാം. ഇത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്തതായി കുക്കറിൽ മുളപ്പിച്ച വെള്ളപ്പയറും ബീൻസും ഒരുമിച്ച് വേവിക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഒരു പാത്രം ചൂടാക്കുക. എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും വിത്തുകളും കുറഞ്ഞ തീയിൽ വറുക്കുക.
വിത്തുകൾ പൊട്ടി വന്നാൽ അവ ഒരു പ്ലേറ്റിൽ കൈമാറുക. അവയെ തണുത്താൽ പൊടിയാക്കി എടുക്കുക. ഇത് മാറ്റിവെക്കുക. നമ്മൾ പിന്നീട് ഇത് ഉപയോഗിക്കും. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഇളം തവിട്ട് നിറമാകുന്നതുവരെ സവാള വഴറ്റുക. ഇതിലേക്ക് വേവിച്ച വെള്ളപ്പയർ, ബീൻസ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി 2 മുതൽ 5 മിനിറ്റ് വരെ വേവിക്കുക. തയ്യാറാക്കിയ സുഗന്ധവ്യഞ്ജനങ്ങൾ, വിത്തുകളുടെ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. വീണ്ടും ഇളക്കുക. കട്ടിയായെങ്കിൽ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒരു അടപ്പുപയോഗിച്ച് പാത്രം അടയ്ക്കുക. 5 മിനിറ്റ് വേവിക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ബീൻസ് കറി തയ്യാറാണ്. അര പാത്രത്തിലെ ബീൻസ് കറിക്ക് ഏകദേശം 8 മില്ലിഗ്രാം അയണുണ്ട്. നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.